ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബ്രെഡ് നമ്മൾ സാധാരണ ടോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഒരു സ്പെഷ്യൽ ചേരുവ കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു ഇത്തിരി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സിനമൺ പൗഡർ ഇട്ടോ, പട്ട പൊടിച്ചിട്ടുള്ള പൊടിയാണ്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ സിനമൺ പൗഡറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടിയൊക്കെ കൂടുതൽ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ടയൊന്നുമില്ലാതെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു മുട്ടയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഒരു പഞ്ചസാരയൊക്കെ നല്ലോണം മിക്സ് ആയിട്ട് മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഇനി ഒരു 8-10 പീസ് ബ്രെഡാണ് വേണ്ടത്. ഇത് മുഴുവനായിട്ട് ടോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആയാലും മതി. പിന്നെ ഇത്തിരി ഓയിൽ ഇട്ടോ, 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും, കൂടുതൽ വേണ്ട. മുഴുവനായിട്ട് നെയ്യിലോ ബട്ടറിലോ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൽ ചെറുതായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മുക്കിയെടുത്താൽ മതി, കുതിർന്ന് പോകണ്ട കേട്ടോ. അത് ഈ ഒരു ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 2 സൈഡൊന്നും മുരിയിച്ചെടുക്കുക. തീ കൂട്ടി വെക്കണ്ട, അപ്പോൾ പെട്ടെന്ന് കളർ മാറും, പക്ഷേ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല. ചെറിയ തീയിൽ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ് നല്ലൊരു ടേസ്റ്റായി കിട്ടും. പിന്നെ ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് വെന്ത് കിട്ടും വേണമല്ലോ. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടി തന്നെ പ്ലേറ്റിലേക്ക് എടുക്കുക. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ എടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് ടോസ്റ്റ് ചെയ്യാനിത് ബ്രെഡ് ഫുള്ളായിട്ട് ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്കൊക്കെ മേലെ കൂടെ ആക്കിയിട്ട് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയും കൂടെ ഒക്കെ ചെയ്യുക. അപ്പോൾ ഒരു കുറച്ചുകൂടി വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ബ്രെഡ് വാട്ടിയതെന്ന് പറയുമ്പോൾ വലിയ റെസിപ്പി ഒന്നുമല്ല, പക്ഷേ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്